മറ്റേ അഹങ്കാരം കയറിയിരിക്കുകയാണല്ലോ. രാവിലെ ഷാറുഖ് ഖാൻ, റഹ്മാൻ സാർ അല്ല രാവിലെ ഷാറുഖ് ഖാൻ, ഉച്ചയ്ക്ക് AR റഹ്മാൻ, ഇനിയിപ്പോ ആരാ അമിതാഭ് ബച്ചനോ എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത്. അമ്മേന്റെ അടുത്ത് പറഞ്ഞു അമിതാഭ് ബച്ചൻ. ഓ മൈ ഗോഡ്. അങ്ങനെ എന്താ ഇവിടെ സംഭവിച്ചേ? ഞാൻ ഷാറുഖ് ഖാനെ എടുത്ത് പൊന്തിച്ചു. റഹ്മാൻ സാറിനെ വിട്ടിട്ടുള്ള കളിയില്ല. ഉറക്കത്തിന്ന് വിളിച്ച് എടാ എഴുന്നേക്ക് നിന്നിപ്പോ ലാലേട്ടൻ വിളിക്കും. അപ്പൊ എനിക്ക് ഒന്നാമത് ഉറക്കത്തിന്ന് വിളിച്ച് എഴുന്നേപ്പിക്കുന്ന ദേഷ്യമുണ്ട്. ഏത് ലാലേട്ടൻ, ഏത് ലാല്? അപ്പൊ എടാ മോഹൻലാൽ. ഹർ സാസ് ഭീ ഖാലി ബിൻ തെരേ ബിൻ തെരേ ബിൻ തെരേ कोई ख्वाहिश है हवाओं में बिन तेरे. അതേപോലെ തന്നെ എന്താ പറയാ, ഈ ജഡ്ജസിന്റെ അടുത്തും, ജഡ്ജസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ആർട്ടിസ്റ്റുമാരാണെങ്കിലും ഇപ്പം അഭിഷേക് ബച്ചൻ അല്ലെ, അവരൊക്കെ കാണുന്നൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര ഒരു, അതും ഭയങ്കര ഒരു മാജിക്കൽ മൊമെന്റ്സ് ആണല്ലോ. എനിക്ക് തോന്നുന്നു അനിൽ കപൂർ സാറിന്റെ ആ പാട്ട്, പുള്ളിയുടെ പാട്ട് തന്നെ പാടിയിട്ടുള്ള ഒരു കുച്ചനാക്കാ ഹോയ, അതൊക്കെ ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. അഭിഷേക് ബച്ചനൊക്കെ നേരത്തെ ഒന്നും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ലല്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല. അല്ല ഗ്രൂമിങ്ങിലൊക്കെ അവര് വല്ല അവരൊക്കെ ഷൂട്ടിന് മാത്രമേ വരും. ജഡ്ജസിന്റെ ഒക്കെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? അവരെ ട്രീറ്റ്മെന്റ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു, ഭയങ്കര എൻകറേജിങ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോഴും ചിലരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടല്ലേ? ഇതിപ്പോഴും അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ്. ഇപ്പോൾ നേരിട്ട് ഇങ്ങനെ കാണാൻ കിട്ടുന്ന അവസരങ്ങൾ കുറവാണല്ലോ. പക്ഷെ എന്നാലും ഭയങ്കര ഹാപ്പിയാണ് അവരിപ്പോഴും. അതായത് നമ്മള് ജെനുവിൻലി എന്തെങ്കിലും നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ അത് ഭയങ്കര സന്തോഷം എനിക്ക്. അതായത് ഏറ്റവും കൂടുതൽ കോൺടാക്റ്റുകൾ ഇപ്പോഴും സുജു ആൻറ്റി ആയിട്ടോ, സുജാത ആൻറ്റി ആയിട്ടോ. എൻ്റെ ആദ്യത്തെ ജഡ്ജാണ് വേണുഗോപാലും സുജു ആൻറ്റി. രണ്ടാളായിട്ടും ഇപ്പോഴും ഭയങ്കര കണക്റ്റഡ് ആണ്. ഋഷി കപൂർക്ക് വന്നിട്ട് ജഡ്ജിങ് പാനലിൽ ഇരിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര എന്താ പറയാ, നേരിട്ട് കാണാൻ പറ്റുക, അവരുടെ മുന്നിലൊക്കെ പാടാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ, അതേപോലെ തന്നെ റഹ്മാൻ സാറിന്റെ കൂടെയും അല്ലേ? റഹ്മാൻ സാറിന് വേണ്ടി ഷോ ചെയ്തു, ശങ്കർ മഹാദേവ് സാറിന്റെ കൂടെയും ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം റഹ്മാൻ സാറിനൊക്കെ എല്ലാരും ഇങ്ങനെ ദൂരത്തുനിന്നെങ്കിലും കാണാൻ കൊതിക്കുന്ന ഒരാളെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക പറയുമ്പോ. അല്ല എനിക്ക് ശരിക്ക് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു മ്യൂസീഷ്യൻ റഹ്മാൻ സാറാണ് കംപ്ലീറ്റ്ലി. ഞാനൊരു AR റഹ്മാൻ ഭക്തനാണ് എല്ലാ രീതിയിലും. എനിക്ക് ഏറ്റവും എനിക്ക് അതായത് ഞാൻ ആ സ്റ്റോറി പറയാം. ഇപ്പോൾ ഇതെല്ലാം ഒരു ദിവസം നടന്നുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് സ്റ്റോറി പറയാം. ഇപ്പൊ ഷാറുഖ് ഖാന്റെ എപ്പിസോഡും ഇതൊക്കെ ഒറ്റ ദിവസം നടക്കുന്നത്. രാവിലെ തലേ ദിവസം ഞങ്ങൾക്ക് ഈ ടെക്നിക്കൽ ഷൂട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഷൂട്ടിന്റെ തലേ ദിവസം ക്യാമറയ്ക്കും ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് റിഹേഴ്സൽ, സ്റ്റേജ് റിഹേഴ്സൽ പോലെ എല്ലാം. അതായത് ഷൂട്ടിന്റെ ക്യാമറ എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ടാവും. സ്റ്റേജ് റിഹേഴ്സൽ, കോസ്റ്റ്യൂം എല്ലാം ഇട്ട്, വിത്തൗട്ട് ജഡ്ജസ് ഉണ്ടാവില്ല, ഓഡിയൻസ് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം വെച്ചിട്ട് റിഹേഴ്സൽ ഉണ്ട്. എല്ലാ എപ്പിസോഡ്സിനും തലേ ദിവസം തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ടെക്നിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് റിഹേഴ്സൽ ഉണ്ട്. അപ്പൊ അതിന് ഞങ്ങളുടെ ഈ ക്രിയേറ്റീവ് ടീമും ഞങ്ങളുടെ ഡയറക്ഷൻ ടീമും ഞങ്ങളൊക്കെ ആയിട്ട്, ചെറിയ കുട്ടികളാണല്ലോ, അപ്പൊ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഞങ്ങളുടെ ക്രിയേറ്റീവ് ടീമിന്റെ ഹെഡ് വന്ന്, ഞാൻ പാട്ടൊക്കെ പാടി കഴിഞ്ഞു. അപ്പൊ അറിയാം നാളെ ഷാറുഖ് സാറിന്റെ എപ്പിസോഡാണെന്ന് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ പാടുന്ന ഷാറുഖ് സാറിന്റെ പാട്ടാണ്, നാളെ പുള്ളി വരുന്നു അറിയാം. അപ്പൊ പുള്ളിയെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ ക്രിയേറ്റീവ് ടീമിന്റെ പുള്ളി ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, അതായത് പുള്ളി ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നിന്റെ സ്റ്റോറി നമുക്കൊന്ന് മാറ്റണം. എന്നെ അവിടെ ഓരോരുത്തർക്കും ഓരോ സ്റ്റോറി ഉണ്ടാവുമല്ലോ കണ്ടസ്റ്റൻസിന്, അതായത് ഒരു എന്റർടൈൻമെന്റ് ബേസിൽ. അപ്പൊ എന്നെ അവിടെ പ്രൊജക്ട് ചെയ്തിരുന്നത് എനിക്ക് ഭയങ്കര ശക്തിയാണ്. മറ്റേ ബാഹുബലി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് എന്റെ സ്റ്റോറി, ഫൺ പാർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റോറി അപ്പോൾ പുള്ളി ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട്, നമുക്ക് ഇതിന്റെ സ്റ്റോറി ഒന്ന് മാറ്റേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു അതെന്ത് പറ്റി? അല്ല നിന്നെ ഭയങ്കര ശക്തി എന്നൊക്കെ പറഞ്ഞാണല്ലോ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നിനക്ക് അത്ര ശക്തിയൊന്നും ഇല്ലല്ലോ. അല്ല നിനക്ക് ഭയങ്കര എക്സ്ട്രാordinary ശക്തിയൊന്നുമില്ല, അപ്പോൾ നീ ആളുകളൊക്കെ എടുത്ത് പൊന്തിക്കും എന്നൊക്കെ അല്ല ആളുകൾ പറയുന്നത്, നിനക്ക് അതിനുള്ള ശക്തിയൊന്നുമില്ല. അങ്ങനെ അതെന്താ അങ്ങനെ? അല്ല നിനക്കിപ്പോൾ എന്നെ എടുത്ത് പൊന്തിക്കാനുള്ള ശക്തിയുണ്ട്. പറഞ്ഞോ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. പുള്ളിക്ക് അന്നൊരു നല്ല അത്യാവശ്യം ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ള ആളാണ്. പുള്ളിക്ക് അറൗണ്ട് ഒരു 90 kgs ഒക്കെ എന്തായാലും ഉണ്ട് വെയിറ്റ്.
ഞാൻ പുള്ളി എഴുന്നേറ്റ് ഞാൻ പുള്ളി ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കാണിച്ചു, പോരെ? ആ ഓക്കെ, അപ്പം നിനക്ക് എന്നെ ലിഫ്റ്റ് ചെയ്യാമല്ലേ? ഓക്കെ, ഞാൻ പറയാം, നാളെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, നമുക്കറിയില്ല, ഓക്കെ ഫൈൻ. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലെവിടെയോ ഒരു ഡൗട്ട് അടിച്ചു, നാളെ സ്പെഷ്യലായിട്ട് നടക്കുക എന്ന് പറയുന്നത് നാളെ ഷാറുഖ് ഖാൻ സെറ്റിൽ വരുന്നുണ്ട് പ്രൊമോഷന്, അനുഷ്ക ശർമ്മയും വരുന്നുണ്ട്. അനുഷ്ക ശർമ്മേനെ ഞാൻ എടുത്ത് പൊന്തിക്കാനായിരിക്കും, എനിക്കറിയില്ല. ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ പിറ്റേന്ന് ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ റെഡിയായി. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ആദ്യം നല്ല ഹൈറ്റുള്ള പുള്ളിയുടെ ബോഡി ഗാർഡ് വന്നു, പിന്നില് സാക്ഷാൽ ഷാറുഖ് ഖാൻ നടന്നു വന്നു. ഞങ്ങളിങ്ങനെ കിളി പോയിരിക്കുക, കാരണം ബിഗ്ഗസ്റ്റ് സ്റ്റാർ എന്നുള്ള രീതിയിൽ പുള്ളി വന്നിരുന്നു. പുള്ളി അതായത് ഇത്ര അടുത്തായിരുന്ന, ഞാനിങ്ങനെ ഇരിക്കുന്നു, തൊട്ടടുത്ത് വന്ന് പുള്ളി വന്നിരുന്നു, എല്ലാവർക്കും ഹായൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഇരുന്നു. ഞാൻ പാടി. അപ്പം അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ പുള്ളിയുടെ ഫിലിമിലൊരു പാട്ടാണ് ഞാൻ പാടി, ജാലിമ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. പുള്ളി ഉണ്ടായിരുന്നു, അനുഷ്ക ശർമ്മ ഉണ്ടായിരുന്നു, ഇംതിയാസ് അലി, ഡയറക്ടർ ഇംതിയാസ് അലി ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര രസമുള്ള കമന്റ് പറഞ്ഞു. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കട്ടുണ്ട്, ഒരു ബ്രേക്ക് ഉണ്ട്, ജസ്റ്റ് ഒരു ടീ ബ്രേക്ക് പോലെ, ജസ്റ്റ് അവർക്ക് ടച്ചപ്പ് ചെയ്യാനോ ഇതിനൊക്കെ ആയിട്ട് ഒരു 5 minutes ബ്രേക്ക് ഉണ്ട്. അപ്പോൾ പാട്ട് പാടി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഈ ക്രിയേറ്റീവ് ടീമിൻ്റെ ആൾ ഓടി എൻ്റെ അടുത്ത് ഞാൻ ആദ്യം കാണുന്ന പുള്ളിയെ ഓടി ഷാറുഖ് സാറിൻ്റെ അടുത്ത് പോയി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മാനേജറുണ്ട്, പൂജ ദദ്ലാനി എന്ന് പറഞ്ഞിട്ട്. പൂജ മാം അടുത്ത് വന്നിട്ട് നോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്ന, എനിക്കിങ്ങനെ നോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് എനിക്ക് കാണാം. കേൾക്കുന്നില്ല, കാരണം ഡിസ്റ്റൻസ് ഉണ്ട്, എനിക്ക് എന്താ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഷാറുഖ് സാർ ഇങ്ങനെ വെയിറ്റ് എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ കാണാം. ഡബിങ് ഇല്ല, പക്ഷെ കാണാം, ആക്ഷൻസ് ഇങ്ങനെ കാണാം. അപ്പം ഇങ്ങനെ പുള്ളി ഇങ്ങനെ അവസാനം പുള്ളി ഇങ്ങനെ ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. പുള്ളി ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി സമ്മതിച്ചിട്ടുണ്ട്, നീ കുഴപ്പമില്ലാതെ ചെയ്തോളൂ. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ അല്ല ഇത് തന്നെ, നീ ഇന്നലെ എൻ്റെ അടുത്ത് പൊക്കില്ലേ, എൻ്റെ അത്ര വെയിറ്റ് ഒന്നുമില്ല പുള്ളിക്ക്, പുള്ളി എന്നെക്കാളൊക്കെ ചെറുതല്ലേ, ധൈര്യമായിട്ട് എടുത്ത് വന്നിച്ചു. ഞാനിങ്ങനെ എന്താ, അപ്പൊ പുള്ളി സമ്മതിച്ചിട്ടുണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓടി. റോളിങ് പുള്ളി ആങ്കർ ഉദിജിയുടെ മകനായിരുന്നു ഞങ്ങളുടെ ആങ്കർ ആദിത്യ നാരായൺ. പുള്ളി വിളിച്ചു, പുള്ളി സ്റ്റേജിൽ വന്നു. സ്റ്റേജിൽ നിന്നിട്ട് ആദ്യം തന്നെ ഹാൻഡ് ഷേക്ക് ചെയ്തു. ഇങ്ങനെ റിയലി ഗുഡ് സോങ്, ഐ ലവ് ഇറ്റ്, താങ്ക് യു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പൊന്തിക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പൊന്തിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെവിയിൽ വന്നിട്ട് പാവം ഇങ്ങനെ ഇറ്റ്സ് ഓക്കെ റൈറ്റ്, എനിക്ക് ഐ ഹാവ് കപ്പിൾ ഓഫ് സ്ക്രൂസ് ഔട്ട് ദെയർ. പുള്ളിക്ക് ആക്ച്വലി അവിടെ ഇഞ്ചുറി പറ്റിയിട്ട് അവിടെ എന്തൊക്കെയോ പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ താഴെ ഇടുവൊന്നുമില്ലല്ലോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. പറഞ്ഞു എനിക്കറിയില്ല സുരേഷ്, ഡോണ്ട് വറി, ഞാൻ ഈസി ആയിട്ട് ശ്രദ്ധിച്ചെടുത്തോളാന്ന് പറഞ്ഞു എടുത്തു വെച്ചു. പുള്ളി ആകെ ടെൻഷനിലായിരുന്നു. എനിക്ക് തോന്നുന്നില്ല വേറെ ആരാണെങ്കിലും ആ ഒരു സ്പിരിറ്റില് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, വേറെ ആരും അങ്ങനെ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, പുള്ളി ചെയ്തു. അങ്ങനെ നമ്മള് ശക്തിമാനാണ് തെളിയിച്ചു. അല്ല അത് കഴിഞ്ഞു. ഈ ക്രിയേറ്റീവ് ടീം അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അവർക്ക് ആ ഫുൾ സീസണിൽ ഒരു ഭയങ്കര ഒരു ഫുട്ടേജ് കിട്ടിയത്, ഭയങ്കര മൊമെന്റ് അല്ലേ. പുള്ളി അത് കഴിഞ്ഞ് 2-3 പാട്ട് കഴിഞ്ഞപ്പോൾ ഷാറുഖ് സാർ പോയി കഴിഞ്ഞിട്ട് ക്രിയേറ്റീവ് ടീം പുള്ളി വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ടെൽ മീ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ചോക്ലേറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ് ടുമോറോ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മൊമെന്റ്സ് ഇൻ ദിസ് സീസൺ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു അവര്. സോ അത് പുള്ളി ആയതുകൊണ്ട് മാത്രമാണ്, വേറൊരു സ്റ്റാർ ആണെങ്കിൽ എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അപ്പൊ ഇത് ഞാൻ ഒരു ദിവസത്തെ കഥ പറഞ്ഞു. ഇപ്പൊ ഇത് കഴിഞ്ഞു, ഇതൊരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഈ ഒരു ഷാറുഖ് ഖാൻ എപ്പിസോഡ് കഴിഞ്ഞ് ഞാനിങ്ങനെ എന്താ ഇവിടെ സംഭവിച്ചേ, ഞാൻ ഷാറുഖ് ഖാനെ എടുത്ത് പൊന്തിച്ചു. അതിനിടയ്ക്ക് പുള്ളി ഇങ്ങനെ ബ്രേക്കിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതായത് പുള്ളി ഭയങ്കര കിടിലൻ ക്യാരക്ടറാ. അതായത് എൻ്റെ അടുത്ത് ഞാൻ ഈ മുണ്ടെടുത്താണല്ലോ ഇരിക്കുന്നത്, അപ്പൊ ഞാൻ തൊട്ടടുത്തിരിക്കുമ്പോ ഇങ്ങനെ യു ആർ വെയറിംഗ് ദിസ്, വേർ ആർ യു ഫ്രം, യു ആർ ഫ്രം സൗത്ത് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. ഇപ്പൊ പറയാ സർ ഐ എം ഫ്രം കേരള. ഓ പുഞ്ചിരിച്ചന്തിന്റെ അങ്ങനെയൊക്കെ പുള്ളി ജിയ ജലയുടെ പുഞ്ചിരിച്ചന്തിന്റെ റൈറ്റ്, ദാറ്റ്സ് മലയാളം റൈറ്റ്. ഓ നൈസ് അത്ര കൂളാണ്.
അപ്പൊ നമ്മളിങ്ങനെ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഇത്രയും വലിയൊരു സ്റ്റാർ നമ്മളോട് ഇത്രയും ഈസി ആയിട്ട് ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു തന്നു. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അപ്പൊ പുള്ളി പോയപ്പോഴും ആ ഓറ ഇങ്ങനെ നിൽക്കുകയാണ് സെറ്റില്. അപ്പൊ അത് കഴിഞ്ഞു. നോർമലി നമ്മുടെ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി കണ്ടസ്റ്റൻസിന്റെ പാട്ടൊക്കെ ഒന്ന് കാണാനായിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പൊ അത് എന്റെ പാട്ട് കഴിഞ്ഞോണ്ട് ഞാൻ ടെൻഷൻ ഇല്ലല്ലോ ഇനി കഴിഞ്ഞു. അപ്പൊ ലഞ്ച് ബ്രേക്കിന് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാണ്. ഞാൻ ശരിക്ക് സിൻസിയർലി ഞാൻ റിയാലിറ്റി ഷോസിൽ ഇതിലൊക്കെ പങ്കെടുത്തതിന്റെ ഒരു മെയിൻ റീസൺ എനിക്ക് എങ്ങനെയെങ്കിലും റഹ്മാൻ സാറിനെ കാണണം. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു റഹ്മാൻ സാറിനെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളത്. ഭയങ്കര സ്റ്റിൽ എൻ്റെ ഭയങ്കര ആഗ്രഹങ്ങളിലൊന്നും. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത, എത്ര കേട്ടാലും മതി വരാത്തൊരു സാധനമാണ് റഹ്മാൻ സാർ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഓപ്പോസിറ്റ് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അച്ഛനൊരു കോള് വന്നു. സോ അപ്പുറത്തു നിന്നുള്ള ആള് തമിഴിലോ ഇംഗ്ലീഷിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം അച്ഛന് 2 ലാംഗ്വേജ് അത്ര ഫ്ലുവൻ്റ് അല്ല. അപ്പം എനിക്ക് തന്നപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഹായ്, മൈ പേര് ഞാൻ മറന്നുപോയി. സോ ഐം കോളിംഗ് ഫ്രം ചെന്നൈ. സോ ദർ ഇസ് ദിസ് ഓഡിയോ ലോഞ്ച് ഹാപ്പനിങ്. മെർസൽ എന്ന് പറയുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചാന്ന് പറഞ്ഞു. സോ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു, ഞാൻ ട്രെയിലർ കണ്ടിട്ടുണ്ട്, വിജയ് സാറിന്റെ സിനിമയല്ല. പറഞ്ഞു ഓ നൈസ് നൈസ് നൈസ്. സോ AR റഹ്മാൻ സാർ ഇസ് ഡൂയിങ് ദ മ്യൂസിക്. ഞാൻ പറഞ്ഞു അറിയാം, ഞാൻ ട്രെയിലർ കണ്ടിരുന്നു. പറഞ്ഞു ഓക്കെ ഓക്കെ. സോ ഈ ഓഡിയോ ലോഞ്ച് വലിയൊരു ഫംഗ്ഷൻ ആയിട്ട് ഞങ്ങൾ നടത്തുകയാണ്. സോ വി ആർ സെലിബ്രേറ്റിംഗ് 25 years ഓഫ് AR റഹ്മാൻ. പറഞ്ഞു ഓക്കെ നൈസ് ഓക്കെ. അപ്പോൾ അതിന് ഞങ്ങൾക്ക് റഹ്മാൻ സാറിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാനായിട്ട് വൈഷ്ണവിനെയാണ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ആഗ്രഹം. എങ്ങനെ അപ്പോൾ ശരിക്കും മണ്ടൻ ചോദ്യമാണ്. ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം ഭയങ്കര മണ്ടത്തരം ചോദ്യമാണ്. ഞാൻ ആദ്യം ചോദിച്ചാൽ കാരണം എനിക്ക് അവരൊറ്റ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ആദ്യം പുള്ളിയോട് ഭയങ്കര മണ്ടത്തരമുള്ളൊരു ചോദ്യം ചോദിച്ചത്. ഞാൻ പുള്ളിയോട് ചോദിച്ചു റഹ്മാൻ സാർ ഉണ്ടാവും, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ പുള്ളിക്ക് ആ ചോദ്യം മനസ്സിലായില്ല. പുള്ളി ഇങ്ങനെ ഇതെന്ത് മണ്ടത്തരം ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളത്. ഒബ്വിയസ്ലി പുള്ളി എന്തായാലും ഉണ്ടാവുമല്ലോ, പുള്ളി ഇല്ലാതെ പുള്ളിക്ക് എന്ത് ട്രിബ്യൂട്ട് കൊടുക്കാനാ. അപ്പോൾ റഹ്മാൻ സാറുണ്ട്. ആക്ച്വലി റഹ്മാൻ സാറാണ് വൈഷ്ണവിന്റെ പേര് സജസ്റ്റ് ചെയ്തത്. എങ്ങനെ അത് വെറുതെ അങ്ങനെ സീരിയസ്ലി എനിക്ക് അല്ല, റഹ്മാൻ സാറാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഷോ നടക്കുന്നുണ്ട്, അതിലിങ്ങനെ ഒരു സൗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കേരളത്തിൽ നിന്നൊരു പയ്യനുണ്ട് കോളും എന്ന് പറഞ്ഞത് റഹ്മാൻ സാറാണെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ദൈവമേ മൊമെന്റ് ലൈക്ക് ബിഗ്ഗസ്റ്റ് മൊമെന്റ് ഇൻ ലൈഫ്. അപ്പം ഇങ്ങനെ സോ ഒരു 2 weeks എന്തോ കഴിഞ്ഞിട്ടാണ് ഫംഗ്ഷൻ. ഒരു ഡേറ്റ് പറഞ്ഞു അതിന്. സോ അന്ന് ഷൂട്ടൊന്നും ഉണ്ടാവില്ല. ഷൂട്ടൊന്നുമില്ല, ഞാൻ ഷോ ക്വിറ്റ് ചെയ്തോളാം, കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വന്നോ ഷോ ക്വിറ്റ് ചെയ്തോളാം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വന്നോളാം, ഒരു കുഴപ്പമില്ല, ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ ഒരു ബോംബിട്ടു. അപ്പം ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ സോ ഞങ്ങൾക്കൊരു പേഴ്സണൽ ഫേവർ ചെയ്തു തരാമോ? ഞാൻ പറഞ്ഞു എന്താണ് വേണ്ടത്, എങ്ങനെ എന്ത് വേണം ചോദിച്ചോളൂ. അല്ല സോ വി ആർ സെലിബ്രേറ്റിംഗ് 25 years ഓഫ് വിജയ് സർ, ആക്ടർ വിജയ് സർ. അപ്പോൾ പുള്ളിക്കും കൂടെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ, അതൊക്കെ ഒരു ഫേവറാണോ? നിങ്ങൾ എനിക്കല്ല ഫേവർ ചെയ്ത് വരുന്നത്, ഉറപ്പായിട്ടും. അപ്പോൾ 2 പേരുടെയും കൂടെ പാട്ടുകളൊന്ന് ചൂസ് ചെയ്തോളൂ. ഓക്കെ ഡൺ. ഇതൊക്കെ ഒരു ഫേവറാണോ? അപ്പോൾ ഹാപ്പി, ഫുൾ ഹാപ്പി. സീരിയസ്ലി ഞാനത് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് കുറെ നേരം ഇരുന്ന് കരഞ്ഞു. കാരണം അതൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു. പുള്ളിക്ക് എന്നെ അറിയാമെന്നൊക്കെ പറയുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് അതൊക്കെ ഒരു ഭയങ്കര ഒരു സർക്കിൾ ഓഫ് ലൈഫ് പോലെ. കാരണം ഞങ്ങൾ ഈ ഒരു ഷോ നടക്കുന്ന ടൈമിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് കുറെ മ്യൂസീഷ്യൻസിന്റെ ഫോട്ടോസ് ഇങ്ങനെ അവരിങ്ങനെ സൈഡിൽ ഈ സ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങുന്നിടത്തൊക്കെ ഓരോ മ്യൂസീഷ്യൻസിന്റെ, ലതാജിയുടെ ഉണ്ട്, ആശാജിയുടെ ഉണ്ട്, ദാസാറിന്റെ ഉണ്ട്, മുഹമ്മദ് റഫീ സാറിന്റെ ഓരോ ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങള് പുറത്തേക്ക് പോകുന്ന ഡോറിന്റെ കറക്റ്റ് ഫ്രണ്ടിലായിട്ട് റഹ്മാൻ സാറിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ നോക്കിയിട്ട് എല്ലാ ദിവസവും ഓക്കെ സംഡേ അത് അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഓരോ എപ്പിസോഡിനും പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ അത് വിത്തിൻ 1 month എനിക്ക് ആ കോള് വന്നു എന്നുള്ളത് എനിക്ക് ഞാനന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു, ഭയങ്കര ഇമോഷണലായി. ഓക്കെ, ഭയങ്കര സൂപ്പർ ഹാപ്പി. പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കും പേരൻസിനും മാത്രമേ അറിയുള്ളൂ. കാരണം നമുക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് ഇതിനിടയ്ക്ക് സംഭവിക്കാന്നൊന്നും അറിയാത്തോണ്ട് ആരോടും പറയാനൊന്നും നിന്നില്ല. അകത്തിങ്ങനെ എക്സ്ട്രീം ഹാപ്പിനെസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരമായി, ടീ ബ്രേക്ക്. ഇത് ലഞ്ച് ബ്രേക്കിനായിരുന്നു. ടീ ബ്രേക്ക് ഒരു 5 മണിയായപ്പോ അടുത്ത ബ്രേക്കിനായി. ഞാനിങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്നു, എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓപ്പോസിറ്റ് അമ്മയ്ക്ക് ഒരു കോള് വരുന്നു.
നമുക്കൊരു കോൾ വന്നിട്ട് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ഞെട്ടി കരയാനൊക്കെ തുടങ്ങി. അതായത് മറ്റേ സങ്കടം കൊണ്ടുള്ള കരയുന്നതല്ല, ഭയങ്കര എക്സ്ട്രീം ഹാപ്പിനെസ്സിലൊക്കെ ഇങ്ങനെ കരയുന്ന പോലെ ഇരുന്ന് കരയുന്നു. പക്ഷെ നമുക്കിങ്ങനെ അമ്മ കരയുമ്പോൾ പേടിയാവില്ല എന്താ സംഭവം എന്നറിയില്ല. അപ്പൊ അമ്മ ഇങ്ങനെ കരഞ്ഞ് ഓക്കെ 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 എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. എന്താ സംഭവം സെയിം. അപ്പോൾ അപ്പം എന്താ അമ്മ എന്താ കരയുന്നത്, എന്തിനാ കരയുന്നത് ഞാൻ ചോദിച്ചിട്ട് ഇങ്ങനെ എന്താ പ്രശ്നം, കല്യാൺ ഗ്രൂപ്പിൽ നിന്നാണ് വിളിച്ചേ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഓക്കെ അതിന് അല്ല അവരെല്ലാ വർഷവും ഒരു നവരാത്രിക്ക് ഒരു ഫങ്ഷൻ അവരുടെ തൃശ്ശൂരുള്ള വീട്ടിൽ വെച്ച് നടത്തും. നോക്കി അതിനെന്താ കരയുന്ന എന്തിനാ, അല്ല അപ്പൊ അതിൽ കൊല്ലം നിന്നോട് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും നല്ല കാര്യമല്ല, അതിനെന്താ കരയുന്ന എന്തിനാ എന്നുള്ള രീതിക്ക്. അല്ല അപ്പൊ അവിടെ ഒരുപാട് അവരുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റി ഗസ്റ്റുകളൊക്കെ വരും. അപ്പൊ അതിലൊരാൾക്ക് നിന്റെ പാട്ട് കേൾക്കണം, അതുകൊണ്ട് ഈ ആളെ തന്നെ വിളിക്കണം എന്ന് സ്പെസിഫിക്കലി ഇവരുടെ അടുത്ത് ഇൻസ്ട്രക്ട് ചെയ്തു. അതുകൊണ്ട് സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട് വിളിക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ആരാ അത്. നമ്മുടെ മനസ്സിൽ മറ്റേ അഹങ്കാരം കയറിയിരിക്കുകയാണല്ലോ. രാവിലെ ഷാറുഖ് ഖാൻ, അല്ല രാവിലെ ഷാറുഖ് ഖാൻ, ഉച്ചയ്ക്ക് AR റഹ്മാൻ, ഇനിയിപ്പോ ആരാ അമിതാഭ് ബച്ചനോ എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത്. അമ്മേന്റെ അടുത്ത് പറഞ്ഞു അമിതാഭ് ബച്ചൻ. അങ്ങനെ ശരിക്കും മറ്റേ സലീം കുമാറിന്റെ അവസ്ഥ. എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായത്. എന്തത് അമിതാഭ് ബച്ചൻ സാർ അവരോട് ഇൻസ്ട്രക്ട് ചെയ്തു ഇങ്ങനെ ഒരാളുണ്ട്, ഇയാളുടെ പാട്ട് ഇയാളെ ഒന്ന് ഗസ്റ്റ് മീൻസ് പാടാനായിട്ട് വിളിക്കാമോന്നൊക്കെ ഞാനിങ്ങനെ. മോർണിംഗില് എന്താ പറയാ ഷാറൂഖ് ഖാൻ, പിന്നെ റഹ്മാൻ സാർ, അമിതാഭ് ബച്ചൻ കഴിഞ്ഞില്ല ഇനിയിപ്പോ. അപ്പൊ ഇതൊക്കെ ഒറ്റ ദിവസം നടന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ഡേറ്റ് ഓർമ്മയില്ല. സംവെയർ 2017 സെപ്റ്റംബർ ഒക്ടോബർ ടൈം ആയിരിക്കും, അത്ര ഓർമ്മയുള്ളൂ. ഒറ്റ ദിവസം മനുഷ്യന് താങ്ങാവുന്നതിന് ഒരു അതിരില്ലേ. അപ്പൊ അത് ഒറ്റ ദിവസം നടന്ന. എന്നിട്ട് ആ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു റഹ്മാൻ സാറിന്റെ? അത് ഗംഭീര. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റേജാണ്. കാരണം ഒന്നാമത് ഈ വിജയ് സാർ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ക്രൗഡ് ഭയങ്കര ഇതാണല്ലോ. അപ്പൊ പുള്ളിയുടെ ഒരു ഗ്ലിംസ് കണ്ടാൽ തന്നെ ഇൻഡോർ സ്റ്റേഡിയം ആയിരുന്നു, ചെന്നൈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. നമുക്ക് കേൾക്കാൻ പറ്റില്ല, അത്ര ശബ്ദം, നമ്മൾ ചെവി ഒത്തിരിക്കേണ്ട ലെവൽ അത്രയും ശബ്ദമായിരിക്കും. ഭയങ്കര ഓൾമോസ്റ്റ് ലക്ഷക്കണക്കിന് ക്രൗഡ് ഉണ്ടാവും, അറിയില്ല കാരണം എൻഡില്ല, ഫുൾ സ്റ്റേഡിയം. റഹ്മാൻ സാറിനെ ഫസ്റ്റ് കണ്ടപ്പോഴൊരു ഒന്നുമില്ല. ഇങ്ങനെ അതിന്റെ അടുത്ത് ചോദിച്ചു, ലൈക് ആങ്കർ ചോദിച്ചു ഹൗ ഡു യു ഫീൽ, യു ഓൾവേസ് വാണ്ടഡ് ടു സീ ദിസ് മാൻ, ഹൗ ഡു യു ഫീൽ. ഞാൻ ലൈക്ക് എനിക്ക് ജെനുവൻലി ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാവർക്കും ഈ ദൈവത്തെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ, ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു എനിക്ക് സീരിയസ്ലി അതുപോലെ എനിക്ക് ഞാൻ ഭയങ്കര AR റഹ്മാൻ ഫാൻ ഒന്നുമല്ല, ഞാൻ ഭക്തനാണ്. ഭയങ്കര ഫീൽ ആയിരുന്നു. പുള്ളി പക്ഷെ ഭയങ്കര കൂളായിട്ട് ഇരുന്നു. അതിനുശേഷം കണ്ട് സംസാരിച്ചു. അയ്യോ ഭയങ്കര എക്സ്ട്രീം ഹാപ്പിനെസ്. അതേപോലെ ബച്ചൻ സാറിന്റെ അടുത്ത്, ബച്ചൻ സാറിന് അൺഫോർച്ചുനേറ്റ്ലി കാണാൻ പറ്റിയില്ല. ആ വർഷം പുള്ളിക്ക്, അതായത് അന്ന് രാവിലെ വരെ വരുന്നതായിരുന്നു, പക്ഷെ അന്ന് പുള്ളിക്ക് ഒരു മെഡിക്കൽ എമർജൻസി എന്തോ ഉണ്ടായിട്ട് അന്ന് വരാൻ പറ്റിയില്ല, അന്ന് കാണാൻ പറ്റിയില്ല സത്യത്തില്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല. കാണാൻ പറ്റട്ടെ, ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്യൂ. ഉറപ്പായിട്ടും. അല്ല ഓൾമോസ്റ്റ് അതായത് കാണേണ്ട ഒരു അവസരം വന്നായിരുന്നു, പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ ജസ്റ്റ് മിസ്സായിട്ട് മാറിപ്പോയി. കാരണം ഞങ്ങളുടെ സെറ്റ് ഷൂട്ട് ചെയ്തതിന്റെ തൊട്ടിപ്പുറത്തെ സെറ്റിലായിരുന്നു KBC ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഒരേ ചാനലാണല്ലോ, സോണിയിൽ തന്നെയാണ് ഇന്ത്യൻ ഐഡലും അതും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അന്ന് കാണാൻ പറ്റിയില്ല. ഹോപ്പ്ഫുള്ളി ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം പുള്ളി വിളിച്ചു അല്ലെങ്കിൽ പുള്ളിക്ക് അറിയാമെന്നൊക്കെ പറയുന്നത് വലിയൊരു അറിയാലോ. അവാർഡ്സ് ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല, ഇതൊക്കെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ അവാർഡുകള്. അതുപോലെ കുറച്ച് കാര്യങ്ങൾ, അതായത് അറിയാവുന്ന സമയത്ത് പലതും നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഋഷി കപൂർ സാറിനെ ഒന്നും ഞാൻ കാണുന്ന സമയത്ത് സത്യത്തിൽ പുള്ളി ആരാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇത്രയും വലിയ ലെജൻഡാണെന്നൊക്കെ അറിയാവുന്നത്. അപ്പൊ അന്ന് ആ ടൈമിൽ തന്നെ ലതാജി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തോ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ട്വിറ്ററിൽ ഹൂസ് യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഫ്രം ഇന്ത്യൻ ഐഡൽ ജൂനിയർ എന്ന് എന്തോ പറഞ്ഞപ്പോ വേറൊരു പെൺകുട്ടിയുടെ പേരും എന്റെ പേരും പുള്ളിക്കാരി ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയ ലതാ മങ്കേഷ്കർ
വലിയ ഈ പ്ലേ ബാക്കിങ്ങിലേക്ക് പിന്നെ എപ്പോഴാ വന്നു തുടങ്ങിയത്? അറൗണ്ട് ഈ ടൈമിലായിരുന്നു. സരിഗമപ്പ കഴിഞ്ഞ് ആ ഒരു ടൈമിൽ തുടങ്ങി. അറൗണ്ട് 10 ലാംഗ്വേജസിൽ. അത് ഈ 10 ലാംഗ്വേജസ് ഒക്കെ പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, തെലുഗു, ഇതിപ്പം 7. അറബിക്, പഞ്ചാബി, മറാഠി. അപ്പൊ ഈ അറബിക്കിൽ എങ്ങനെയാ എന്തായിരുന്നു? അറബിക്കിൽ ഒരു മൾട്ടി ലാംഗ്വേജ് പ്രോജക്റ്റ് ആയിരുന്നു. അത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ 1-2 പാടിയിട്ടുണ്ട് അറബിക്കില്. ഞാൻ അറബിക്ക് എനിക്ക് അത്യാവശ്യം അറിയാവുന്ന, അതായത് സംസാരിക്കാനൊന്നും അറിയില്ല, പക്ഷെ കലോത്സവം ടൈമിൽ അറബിക് കവിത റെസിറ്റേഷൻ ഒക്കെ ചെയ്യുമായിരുന്നു. അന്ന് സ്റ്റേറ്റ് ഫസ്റ്റ് ഒക്കെ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഈ പുറത്ത് സ്റ്റേറ്റ് ഷോസ് ഒക്കെ പോകുന്ന നേരത്ത് അറബിക് സോങ്സ് ഏതെങ്കിലും പാടിയിട്ടുണ്ടോ? ഇല്ല, പാടിയിട്ടില്ല. അറബിക് ടച്ച് ഉള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്, പക്ഷെ പ്യൂർലി അറബിക് ആയിട്ടുള്ള പാട്ടുകൾ അങ്ങനെ പാടിയിട്ടില്ല. കേൾക്കാറുണ്ട്, പക്ഷെ അങ്ങനെ പാടാനുള്ള കോൺഫിഡൻസ് ഇവിടെ വേണമെങ്കിൽ പാടാം. അല്ല, ഇവിടെ മീൻസ് ഇവിടെ അല്ല, കേരളത്തിൽ വേണമെങ്കിൽ പാടാം. അറബി അറിയാവുന്നവരുടെ മുന്നിൽ പാടാൻ കുറച്ച് പേടിയുണ്ട്. ഇവിടെ പാടാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അറബി അധികം അറിയാത്ത ആളുകളുടെ അടുത്ത് പാടാമല്ലോ, അപ്പൊ കോൺഫിഡൻസ് ഉണ്ടല്ലോ. അറബിക്ക് അറിയാവുന്ന ആളുകളുടെ അടുത്ത് പാടുമ്പോഴല്ലേ പേടിയുള്ളൂ. എസ്പെഷ്യലി പുറത്തൊക്കെ പാടുമ്പോ പിന്നെ അവിടെ മൊത്തം ലോക്കൽസ് ആണല്ലോ. അതെ, അപ്പൊ അവർക്ക് അറിയാലോ. ഡിക്ഷന്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഉറപ്പായിട്ടും പാടാണ്. പിന്നെ ഈ ഉറുദു അറബിക്കൊക്കെ കുറച്ച് സിമിലാരിറ്റി പ്രൊനൗൺസിയേഷൻ ഉള്ളതുകൊണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ അർത്ഥം അറിയാൻ മാത്രമുള്ള അറബിക്കൊന്നും അറിയില്ല. ബേസിക് കേൾക്കും, എല്ലാ ലാംഗ്വേജും കേൾക്കും. ഇംഗ്ലീഷ് സോങ് ഏതായിരുന്നു? ഈ പറയുന്ന പോലെ അതൊരു തെലുഗു ബേസ്ഡ് പ്രോജക്റ്റ് ആയിരുന്നു. അതിന്റെ ഇംഗ്ലീഷ് വേർഷനും കൂടെ പാടിയിട്ടുണ്ട്. 3 പാടിയിട്ടുണ്ട് ഇംഗ്ലീഷ്. തെലുഗു ഒക്കെ പിന്നെ പഞ്ചാബി അതൊക്കെ എങ്ങനെയായിരുന്നു അതിന്റെ ഡിക്ഷൻ? പഞ്ചാബി ഇൻഡിപെൻഡന്റ് വർക്ക്സ് ആയിരുന്നു. പഞ്ചാബി സിമിലർ ആണ് ഹിന്ദി ആയിട്ട്. മറാഠിയും ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡന്റ് അവിടെ ഒരു ഫിലിമിലും പാടിയിട്ടുണ്ട്. അതൊക്കെ കുറച്ച് നാളായി, അടുത്തൊന്നല്ല. മലയാളം ഏതായിരുന്നു സോങ്? മലയാളം ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് നുണക്കുഴി എന്ന് പറയുന്ന ലാസ്റ്റ് ഇയർ ഇറങ്ങിയ ജിത്തു ജോസഫ് സാറിന്റെ ബേസൽ പടത്തിലെ ടൈറ്റിൽ ട്രാക്കാണ്. ഇപ്പൊ കവർ സോങ്സ് ചെയ്യുന്നുണ്ടല്ലേ? കുറവാണ്. എനിക്ക് തോന്നുന്നു മറ്റേ റിയാലിറ്റി ഷോസിലെ കണ്ടസ്റ്റൻസ് ആയിട്ട് ഇപ്പം കോണ്ടാക്ട് ഇല്ലേ? ഇപ്പൊ അവരുടെ കൂടെ എന്തൊക്കെയോ കവർ സോങ്സ് കണ്ടല്ലോ അല്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് ഹിന്ദി ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ അവരായിട്ടാണ് ഇപ്പോഴും കോണ്ടാക്ട്. അവരായിട്ടാണ് ഇന്ത്യൻ ഐഡൽ സീനിയർ ടൈമിലുള്ള ഫ്രണ്ട്സ് ആയിട്ട്. എല്ലാവരും ഇപ്പൊ അടിപൊളി സിംഗേഴ്സ് ആണ്. അന്നേ അതെ, പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അടിപൊളി സിംഗേഴ്സ് അല്ല. എനിക്ക് അമ്മയുടെ കൂടെ ഇമോഷണൽ ആ ഒരു സീൻ, അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഈ അജ്നബി പാടുമ്പോ അമ്മ ബാക്കിന്ന് വരുന്നതും അത് ഭയങ്കര ഒരു എല്ലാ അമ്മമാർക്കും എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ട് കണ്ണിന്ന് വെള്ളം വരാത്തൊരു അമ്മമാരുണ്ടായിട്ടില്ല തോന്നുന്നു. കാരണം അത്ര ആ ഒരു സീൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മോന്റെ നോട്ടും അമ്മയെ കാണുന്നത്, അമ്മയുടെ ഇമോഷൻസ് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു. അല്ല, എനിക്ക് അറിയില്ലായിരുന്നു അമ്മ വരുന്ന കാര്യം. കംപ്ലീറ്റ് സർപ്രൈസ്. സർപ്രൈസ് തന്നെയായിരുന്നു അല്ലേ? എനിക്കറിയില്ലായിരുന്നു. അത് അവര് ഭയങ്കര അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് കണ്ണാന്ന് വിളിച്ചിട്ടുള്ള നമ്മുടെ വരവ് ഭയങ്കര ക്യൂട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം കുറെ സീനിയർ ആയപ്പോ കണ്ടസ്റ്റൻസ് ഒറ്റയ്ക്കാ താമസിക്കേണ്ട, പേരൻസ് ഒന്നുമില്ല. ജൂനിയറിൽ അങ്ങനെ. അതെ, ജൂനിയറില് കണ്ടസ്റ്റൻസിന്റെ ഒപ്പം ഒരു അമ്മേനെ അറിയാണ്ട് വരുത്തിച്ചു. അതെ, ഭയങ്കര ഷോക്കായി പോയിട്ടോ. ഞാനപ്പോ കൊറേ നാള് കണ്ടിട്ടില്ലല്ലോ, അതാ കരഞ്ഞത്. നേരിട്ട് കാണാത്തോണ്ട് പെട്ടെന്ന് കാണുമ്പോ നമുക്കൊരു അതിന്റെ ഒരു 2 വരി എന്റെ ഫേവറേറ്റ് സോങ് അത് ഏത് നബി. रोज रोज रेशम से हवा आते जाते कहती है बता, रेशम से हवा कहती है बता, वो जो दूध थोड़ी मासूम कली वो है कहाँ कहाँ है, वो रोशनी कहाँ है, वो जान सी कहाँ है, मैं अधूरा तू अधूरी जी रही है, अजनबी तू भी कभी आवाज दे कहीं से, अजनबी तू भी कभी आवाज दे कहीं से.
ഭയങ്കര സോറി എനിക്കത് കേൾക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ഞാൻ സോറി പറയുന്നു കാരണം ഓൾറെഡി പറഞ്ഞു സ്ട്രെയിൻ ആണ് കോൾഡ് ആണ് പക്ഷെ മോനെ കാണുമ്പോ ആ പാട്ട് രണ്ടുപേരും കേൾക്കാതൊരു പാടാൻ വേറെ കുഴപ്പമൊന്നുമില്ല, കേൾക്കുമ്പോ ഒരു രസം ഉണ്ടാവില്ല എന്നുള്ളൂ. അല്ല ഓൾറെഡി പാടി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് പിന്നെ